ഇന്ന് സിൽക്ക് ത്രെഡ് കൊണ്ട് ഒരു ജുമുക്കയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനിങ്ങനെ ഒരു ജുമുക്കയുടെ ബേസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിങ്ങനെ ത്രെഡ് ആവശ്യത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ജുമുക്കയുടെ ബേസിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ചുറ്റിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇങ്ങനെ ഇത് മുഴുവനായിട്ട് ചുറ്റിയെടുക്കാം കേട്ടോ. ഈ ജുമുക്കയുടെ ബേസുമേ സിൽക്ക് ത്രെഡ് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഈ ഗ്രീൻ കളറുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതിൻ്റെ ഇവിടെയാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നതിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മുഴുവനായിട്ട് ഒട്ടിച്ചിട്ട് നോക്കാം. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് സെറ്റാവാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് കമ്മലിൻ്റെ സ്റ്റഡിൻ്റെ വർക്ക് ചെയ്യാം കേട്ടോ. അതിന് ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സെൻറ്ററിൽ വൈറ്റ് കളറുള്ള കുന്തൻ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഗ്രീൻ കളറുള്ള സ്റ്റോണ് ഒട്ടിക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഗ്യാപ്പിലായിട്ട് ഗോൾഡൻ്റെ ബീഡാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കണത്. എല്ലാ ഗ്യാപ്പിലും അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് കഴിഞ്ഞുണ്ട് വെച്ചെങ്കിൽ ഒരു ഇതും കൂടി നമുക്ക് ഒട്ടിക്കാണ്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ സ്റ്റഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ. രണ്ട് ഗോൾഡൻ ബീഡ് വീതാണ് കേട്ടോ അവിടെ ഒട്ടിച്ചു കൊടുക്കണത്. അങ്ങനെ അവിടെ സ്റ്റഡിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ജുമുക്കയുടെ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഗ്രീൻ കളറുള്ള സ്റ്റോൺ തന്നെയാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കേട്ടോ ഈ 3 സ്റ്റോൺ വീതമായിട്ട് ഒട്ടിച്ചു കൊടുത്തുള്ളത്. ഇതേപോലെ ഇതിൻ്റെ ബാക്കി 3 സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. സ്റ്റഡിൻ്റെ ഒക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കിൽ ഒരു ഐപ്പിന്ന് കട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ സ്റ്റഡിൻ്റെ ബേസ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ.
ഒരു ഐപ്പിന്നെടുത്തിട്ട് അതിലൊരു വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ജുംക്കയുടെ ഈ ഹോളിൽ കൂടെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ക്യാപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. ക്യാപ്പ് അവിടെ ശരിക്കിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് വളച്ചൊരു ഹുക്ക് പോലെയാക്കി എടുക്കാം കേട്ടോ. ജുംക്ക ഈ സ്റ്റഡിൽ കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ജുംക്കയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. കമൻറ്റൊക്കെ അയക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.